ഹലോ, ആ ബെന്നിച്ചനല്ലേ? ആ, ഏത് ഫ്ലോറിലാണ്? ആ ആ ഓക്കെ ഓക്കെ. ആ ആരാന്ന് നോക്കുമോളെ, അമ്മ ഇതൊന്ന് അലക്കി തീർക്കട്ടെ. ഇതാരാ ഓർഡർ ചെയ്തേ? ഇതൊരു ബെന്നിയുടെ ഓർഡറാണ്. ബെന്നി എൻ്റെ ഹസ്സാണ്. ഇതിൻ്റെ ബില്ല് പേ ചെയ്തോ? അതെ അതെ. മാഡം റീന? അതെ, എന്താ കാര്യം? മാന്നാനത്തല്ലേ വീട്? അതേടോ, എന്താ കാര്യം? അല്ലല്ല, ഒരു സംശയം തീർത്തന്നേ ഉള്ളൂ. ദാ വരുന്നു മോളെ. ഹലോ. ആ ഓക്കെ ഓക്കെ. റീനെ, ദാ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, ആരാ? ജിനുവോ? ഏത് ജിനു? ആരടി? എന്താ? നാട്ടിൽ നിന്നാ. അയാൾക്ക് കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കണമെന്ന്. നീ അറിയാത്ത ആൾക്ക് എന്തിനാ നീ കാശ് കൊടുക്കുന്നേ? അത് അപ്പച്ചൻ പറഞ്ഞിട്ടാ നാട്ടിൽ നിന്ന്. അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ കുറച്ച് കാശ് കൊടുത്ത് നീ സഹായിക്കണം. വല്ലതും കൊടുത്ത് ഒഴിവാക്ക്, അല്ലേ നിനക്ക് പൊല്ലാപ്പാകുമേ. ഹലോ, ചിന്നച്ചൻ എന്താ വേണ്ടത്? ദയവായി എൻ്റെ കുടുംബം നശിപ്പിക്കരുത്. നാളെ കാലത്ത് ഫ്ലാറ്റിൻ്റെ താഴെ വന്ന് വിളിച്ചാൽ മതി. 10 മണിക്ക് ശേഷമേ വരാവൂ. ജിനു വന്നോ? എന്താ ഇത്ര വൈകിയേ? ശരി, എന്നാ ഞാൻ താഴേക്ക് വരാം. ആ പിന്നെ പെട്ടെന്ന് പറഞ്ഞു തീർത്തേക്കണം. ഇനി ഒരിക്കലും കാണില്ലെന്ന് നീ കരുതിയല്ലേ? പ്ലീസ് ജനിച്ച, പഴയതൊന്നും ഓർക്കല്ലേ. എൻ്റെ കുടുംബം. നിനക്കെന്നാലും കുടുംബമൊക്കെ ഉണ്ടായത്? നമ്മളൊന്നിച്ച് ജീവിച്ചതൊക്കെ നീ മറന്നുപോയോ? നാട്ടുകാരെയും ബന്ധുക്കളെയും ഈ ലോകത്തെയും മറന്നുകൊണ്ട് തന്നെയല്ലേ നമ്മളന്ന് ജീവിച്ചിരുന്നത്. എനിക്കൊരു കുറവുണ്ടായിരുന്നുള്ളു, പണത്തിന്റെ. അതിന് ഞാൻ ബോംബെയിൽ പോയി തിരിച്ചു വന്നപ്പോൾ നീ മറ്റൊരുത്തന്നെ വിവാഹം കഴിച്ച് അവന്റെ കൂടെ കുവൈറ്റിലേക്ക് പോയി എന്നറിഞ്ഞു. അതിന് ഞാൻ കുറ്റക്കാരിയാണോ? ബോംബെ പോയ ജനിച്ചൻ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ വിളിച്ചോ? അറ്റ്ലീസ്റ്റ് ഒരു കത്തെങ്കിലും. ശരിയാണ്, പക്ഷെ നിനക്ക് വിശ്വാസമില്ലായിരുന്നോ? ഇല്ലായിരുന്നു.
വരുമെന്ന വിശ്വാസത്തെ മറികടന്ന് നിനക്ക് എങ്ങനെ മറ്റൊരുത്തിന്റെ കൂടെ പോകാൻ തോന്നി? നിനക്കൊരു ഉളുപ്പും തോന്നിയില്ലായിരുന്നു. എന്തിന്? ബാങ്കിൽ ജോലിയുള്ള ഒരു ചെറുപ്പക്കാരൻ, BSc കഴിഞ്ഞ എനിക്കൊരു ജോലി ഓഫർ. പിന്നെ ഞാൻ എന്തിന് അച്ചായനെ കാത്തിരിക്കണം? നീ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് എന്റെ ജീവിതം മറന്നുകൊണ്ടാണ്. ഒന്നുകിൽ നീ എന്റെ കൂടെ വരണം, അല്ലെങ്കിൽ ചിന്നിച്ചൻ എന്ത് ചെയ്യും? പല രൂപത്തിലും സഹിക്കേണ്ടി വരും. വേണ്ട ചിന്നിച്ച, എന്നെ ഇനി ആ കണ്ണിൽ കൂടെ കാണരുത്. എന്റെ കുടുംബം എന്നെ തള്ളി പറഞ്ഞു. നിനക്ക് വേണ്ടിയാണ് ബോംബെക്ക് വണ്ടി കയറിയത്, പിന്നെ ഇവിടെ കുവൈറ്റിലെത്തി. അതുകൊണ്ടാണ് എനിക്ക് ഇതിനോട് അടങ്ങാത്ത ദേഷ്യം തോന്നുന്നു. ഇനിയെങ്കിലും ചിന്നിച്ചന് വേറൊരു വിവാഹം കഴിച്ചുകൂടെ? പിന്നെ നിന്റെ മുഖം, നീ തന്ന ജീവിതം, അതെല്ലാം മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ അത് ശാശ്വതമാകുമോ? ജിന്നിച്ചൻ എന്നെ ഒഴിവാക്കിയേ പറ്റൂ. കാരണം ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്, മറ്റൊരാളുടെ ഭാര്യയാണ്. നീ പഴയതിലും സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. നീ വിചാരിച്ചാൽ നമുക്ക് ആ പഴയ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു പോവാം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിന്നെപ്പോലെയാണോ ബെന്നി? അയാളൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, നല്ല ശമ്പളവും. എനിക്കും ജോലിയുണ്ട്. മതി, അത് മതി. അതുകൊണ്ട് നമുക്ക് സുഖമായി ജീവിക്കാം. അത് നടക്കില്ല ജിന്നിച്ച. ജിന്നിച്ചൻ പോകാൻ നോക്ക്. ഞാൻ പോകാം, പക്ഷെ ഇനിയും വരും നിന്നെ ശല്യപ്പെടുത്താൻ. ജിന്നിച്ച, ഞാൻ കുറച്ച് കാശ് തരാം. എനിക്ക് പണമല്ല ആവശ്യം, നിന്നെയാണ്. ഞാൻ വിളിക്കും, നീ ഫോൺ എടുത്തോളണം. അല്ലെങ്കിൽ ഞാൻ നിന്റെ ഫ്ലാറ്റിലേക്ക് വീണ്ടും കയറി വരും. വേണ്ട, ഞാൻ എടുത്തോളാം. അതാണ് നിനക്ക് നല്ലത്. റീനെ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? മക്കളെന്താടാ? മക്കൾ മുറിയിലുണ്ട്, അവരുറങ്ങി. ബെന്നിച്ച, എന്റെ കൂട്ടുകാരി വന്നായിരുന്നു, അവരുടെ കൂടെ താഴോട്ട് ഇറങ്ങിയതാ. ബെന്നിച്ചനെന്ന് നേരത്തെ വന്നല്ലോ. നമുക്കൊന്ന് വെളിയിൽ പോവാം. പറ്റില്ല ബെന്നിച്ച, എനിക്ക് ഈവനിങ് ഡ്യൂട്ടി അല്ലേ. ബെന്നിച്ചനത് മറന്നോ? ഓ, ഞാനത് മറന്നടാ. വാ, നമുക്ക് റൂമിലേക്ക് പോവാം. ആഹാ, അമ്മായി മക്കൾ കൂടെ മൊബൈൽ കളിയാണല്ലേ? വാവേ, മിന്നു, എന്നാ എടുക്കുവാ? മൊബൈൽ കളിക്കണോ രണ്ടുപേരും കൂടെ? മിന്നു കുട്ടിയേ, ടോമാഞ്ചേരി ആണോ ഡേ? മിന്നു കുട്ടിയേ, കബാബ് കഴിച്ചായിരുന്നാടാ? ഞങ്ങൾ കഴിച്ചു. ബെന്നിച്ചൻ എന്തിനാ അത് ഓർഡർ ചെയ്തേ? എനിക്ക് ഓഫാണെന്ന് അറിയില്ലായിരുന്നോ? മോള് പറഞ്ഞിട്ടാ. മോക്ക് ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നോ? അത് കുഴപ്പമില്ലടാ, മോള് പറഞ്ഞിട്ടാ. അതിനിടയ്ക്ക് മോള് ബെന്നിച്ചനെ വിളിച്ചോ? മോക്കൂടെ അല്ലടാ. എന്നാ ഞാനൊരു ചായ ഇട്ട് തരാം. എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? പ്ലീസ് ജെന്നിച്ച, എന്റെ കുടുംബം. ഞാനത് എനിക്കട്ടെ. നീ ഇവിടെ വന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ മറ്റൊരാളുടെ ഭാര്യയാണ്. ഞാൻ ബോംബെക്ക് പോകുമ്പോൾ നീ ഗർഭിണിയായിരുന്നു, അത് നീ മറന്നോ? ഞാൻ മറന്നിട്ടില്ല. പറയൂറിനെ, ആ കൊച്ചെന്തിയെ? ഞാൻ ആ കൊച്ചിനെ അബോർട്ട് ചെയ്തു. ഞാൻ ബോംബെക്ക് പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? പക്ഷെ നീ അത് മറന്നു. എന്റെ കുടുംബം, എന്റെ അനിയന്മാർ. അത് നീ എന്നോടടുത്തപ്പോൾ തോന്നിയില്ലല്ലോ. അവരെ മറന്നുകൊണ്ടല്ലേ നീ എന്നോടൊപ്പം നടന്നു. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ജിന്നിച്ചൻ, അതൊക്കെ മറക്കണം. ഞാനോ? നീ എന്റെ ജീവിതം തൊലച്ചില്ല. വീട്ടുകാരും എന്നെ കൈവിട്ട്, ഇനി നീ കൂടെ കൈവിട്ടാൽ പിന്നെ എനിക്ക് ആരുമില്ല. അത് നടക്കില്ല ജിന്നിച്ച. എന്തുകൊണ്ട്? ഇനി ഒരു കാര്യം കൂടി പറയാം. ഞാൻ നിന്റെ കൂട്ടുകാരി സുമത്തിൽ നിന്ന് കിട്ടിയ ആ വഞ്ചനയുടെ കഥ. നീ എന്താ ആലോചിക്കുന്നത്? നിന്റെ മോളില്ലേ, അതെന്റെ മോളാണ്. അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് കുവൈറ്റിലേക്ക് ഫ്ലൈറ്റ് കയറി വന്നത്. പ്ലീസ് ചിന്നിച്ച, എന്നെ ചതിക്കല്ലേ. നീ എന്നെ ചതിച്ചതോ? ഒരു കുഞ്ഞിനെ വയറ്റിൽ പേറി നീയും നിന്റെ വീട്ടുകാരും ആ ബെന്നിയെ ചതിച്ചതോ? ഞാനിപ്പോ എന്ത് വേണം? നിന്നെ വേണം. എനിക്ക് എന്റെ മോളെയും. അത് നടക്കില്ല ജിന്നിച്ച, നടക്കില്ല. ജിന്നിച്ചനിരിക്ക്, എനിക്ക് കുറച്ച് സാവകാശം വേണം. അതാണ് നിനക്ക് നല്ലത്. ഞാനിപ്പം വരാം.
ജ്യൂസ് ഒന്നും വേണ്ടായിരുന്നു. പിന്നെ നീ സ്നേഹത്തോടെ തരുന്നതല്ലേ, കുടിച്ചേക്കാം. ജിനിച്ചൻ നാളെ ഈ സമയത്ത് വരുമോ? നാളെ ഞാൻ കൂടെ വരാം. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. നാളെ പിന്നെ അതും ഇതും പറഞ്ഞേക്കരുത്. പിന്നെ ആ പാവം ബെന്നിച്ചനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളണം. നമുക്ക് നമ്മുടെ പഴയ ജീവിതം വീണ്ടും തുടങ്ങാമടോ. റീനെ, എന്തു പറ്റിയടാ? എന്താടാ ലൈറ്റ് ഇടാതിരിക്കുന്നത്? എന്നാ പറ്റിയടാ മോര് വല്ലാതിരിക്കുന്നത്? മക്കളെന്തേടി? മക്കളെ ഡേ കെയറിൽ നിന്ന് കൊണ്ടുവന്നില്ല ബെനിച്ച. ആ ഡീ, ഇന്നൊരു സംഭവം ഉണ്ടായി. ആ ഡെലിവറിക്കാരനില്ലേ ഇന്നലെ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന ആള്, അയാള് മരിച്ചടാ. ഒരു ആക്സിഡന്റ്. ആക്സിഡന്റ് കണ്ടിട്ട് അയാളുടെ കുഴപ്പമെന്നാ തോന്നുന്നത്. ഡെലിവറി ബോയ്സ് എല്ലാം അവിടെ കൂടി നിൽപ്പുണ്ട്. ഇവനൊക്കെ കുവൈറ്റിലേക്ക് വരുന്നത് മരിക്കാൻ വേണ്ടിയാണോ? അതൊക്കെ അങ്ങനെ കിടക്കും. ബെന്നിച്ചൻ വാ, നമുക്കൊരു ചായ കുടിക്കാം. എന്നാ വാ, നമുക്കൊരു ചായ കുടിച്ചിട്ട് ബാക്കി കാര്യം.